ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ടിപ്സും കൊണ്ടാണ്. നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ സിമ്പിൾ ഈസി ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം കേട്ടോ തൈര്. അപ്പോൾ ഞാനിത് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് തന്നെ നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ്. ഡെയിലി നമുക്ക് തൈര് നമ്മുടെ മുഖത്ത് തേക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൈര് ഒരു സ്പൂൺ, ഒരു 1.5 സ്പൂൺ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവേ. ഒരു 1.5 സ്പൂൺ അളവിൽ ഞാൻ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തൈര് മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനമാണ് തേൻ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് മതി. പിന്നെ വേണ്ടതാണ് ചെറുനാരങ്ങ. കുറച്ച് ചെറുനാരങ്ങ കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം. ഇത് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈസി ടിപ്പാണെന്ന്. വെരി ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ആ തൈൻ്റെ വെള്ള കളറൊക്കെ മാറി തേനിൻ്റെ ആ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ക്രീം കളർ പോലെ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ മുഖത്തങ്ങ് തേക്കേണ്ടത് കേട്ടോ. നമുക്കിത് മസാജ് പോലെ അങ്ങ് തേച്ച് കൊടുക്കാവേ. ഇപ്പോൾ കവിളൊക്കെ തുടുത്ത് വരാനും കവിള് നന്നായിട്ട് ഉണ്ടാകാനൊക്കെ ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. അതായത് എല്ലാവർക്കും ഇങ്ങനെ കവിള് തുടുത്ത് വരുന്ന അധികം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു പാക്ക് അങ്ങ് തേച്ചെടുത്താൽ മതി. നല്ല കവിളൊക്കെ തുടുത്തങ്ങ് വന്നത് മാത്രമല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുകയും ചുളിവുകൾ നല്ല വണ്ണം കുറയുകയും ചെയ്യുവേ. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ണിൻ്റെ അകത്ത് പോകാതെ നോക്കിയാൽ മതി. കണ്ണിൻ്റെ ചുറ്റും ഇവിടെയൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനെടുത്ത തൈരുണ്ടല്ലോ ഇച്ചിരി വെള്ളം പോലത്തെ തൈരായിപ്പോയി. നിങ്ങളെടുക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള തൈരെടുത്തോളൂ. കണ്ണിൻ്റെ സൈഡിൽ കണ്ണിൻ്റെ താഴെ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പാക്കല്ല, നമ്മളിതുപോലെയൊക്കെ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ഈ വിരലില്ലേ മോതിര വിരലും കൊണ്ട് വേണം കണ്ണിൻ്റെ ഇവിടെ തേച്ച് കൊടുക്കാനായിട്ടോ. വിരലുകളിൽ ഏറ്റവും സോഫ്റ്റായ വിരൽ ഈ മോതിര വിരലാണ്. ഇവിടെ ഉണ്ണിക്കൂടെ തന്നെ ഒന്ന് മാന്തി കണ്ടോ, ഒരു പാട് കണ്ടോ, ഒരു കറുത്ത പാട്. ആ ഉണ്ണി എന്നെ മാന്തിയതല്ല, നുള്ളിപ്പറിച്ച് തന്നെ ഇങ്ങനെ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ അള്ളി പിടിച്ചത്. അപ്പം എനിക്കത് നീറുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാനിതാ ഈ ഫേസ് പാക്ക് നമ്മുടെ കഴുത്തിലും കൂടെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുഖത്ത് തേക്കുന്ന പോലെ തന്നെ കഴുത്തിലും അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കഴുത്തിലൊക്കെ ചുളിവുകളൊക്കെ വരും. അത് മാത്രമല്ല കഴുത്തിലിങ്ങനെ പാടുകളൊക്കെ വരികയും ചെയ്യും. പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. ഡെയിലി ഉപയോഗിക്കുമ്പോൾ ചെറുനാരങ്ങയുടെ നീര് അല്പം ഒന്ന് കുറച്ച് മതി. ഞാനിപ്പോൾ എടുത്തത് ഇച്ചിരി കൂടിപ്പോയായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 4-5 ഡ്രോപ്സ് എടുത്താൽ മതി കേട്ടോ. ഈ കവിളിൽ നമ്മളിങ്ങനെ ഇത് മസാജ് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ കവിള് നല്ല തുടുത്ത് വരാൻ നല്ലതാണ്. ഈ തൈര് ഞാൻ പറയില്ല, തൈര് നമുക്ക് ദിവസം തേക്കാം. ഇതും തേനോ ചെറുനാരങ്ങ നീരോ ഒന്നും വേണ്ട, തൈര് മാത്രം മതി. അത് തേക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കവിള്
പൊട്ടുന്ന വണ്ണം വെക്കുക. ഒരാഴ്ച കൊണ്ട് നല്ല വണ്ണം വെക്കും കേട്ടോ. പിന്നെ കവിള് തുടുക്കാനും ശരീരമൊക്കെ നല്ല പുഷ്ടിയിടാനായിട്ട് നല്ല അടിപൊളി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാവേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴമില്ലേ, ഒരു നാല് ഈന്തപ്പഴം നല്ല വൃത്തി കഴുകിയിട്ട് ഇളം ചൂടും വെള്ളത്തിൽ കുതിർത്തിടുക കേട്ടോ. തലേ ദിവസം നല്ല വൃത്തി കഴുകണേ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ പാലൊക്കെ തിളപ്പിച്ച് ഇച്ചിരി പാലങ്ങ് മാറ്റി വെക്കുക. ആ ചൂടാറി കഴിഞ്ഞ ശേഷം ഈ പാലും ഈന്തപ്പഴം കൂടെ ആ കുരു കളഞ്ഞിട്ട് ഈന്തപ്പഴം കൂടെ മിക്സി നല്ല വൃത്തി അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. നല്ല ഷെയ്ക്ക് വരും. മധുരം ഇടൊന്നും വേണ്ട, നല്ല ആവശ്യത്തെ മധുരമൊക്കെ ഉണ്ടാവും. ഈ ഒരു ജ്യൂസ് നമ്മൾ ദിവസം കഴിക്കുകയാണെന്നുണ്ടല്ലോ നമ്മുടെ കവിളൊക്കെ നല്ല തുടുത്ത് നമ്മളും ഒപ്പത്തിൽ തന്നെ തുടുത്തങ്ങ് വരും. നല്ല ഒരു എന്താ പറയുക, തടി വെക്കാനൊക്കെ നല്ലൊരു ഷെയ്ക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ തടി വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. തടി വയ്ക്കുക മാത്രമല്ല, നമ്മുടെ കവിളും നല്ല നല്ല ഭംഗിയുണ്ട്, നമ്മളെ കാണാൻ നല്ല സുന്ദരികളായിരിക്കും. നല്ലോണം നമുക്ക് തേച്ചങ്ങ് പിടിപ്പിക്കാതെ. തേൻ ചേർക്കുന്നോണ്ടേ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നാച്ചുറൽ ടിപ്പാണിത്. എനിക്ക് എപ്പോഴുള്ള പരിപാടിയാണ് ഈ നെറ്റി ഇങ്ങനെ ചുളിക്കൽ. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. നെറ്റിയിൽ ചുളിവുകൾ വരും. കഴിവതും നെറ്റി ചുളിക്കാതിരിക്കുക. ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ, അങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ചുളിവുകൾ വരും. അപ്പം നമ്മൾ ഈ പാക്ക് തേക്കുമ്പോണ്ടല്ലോ നമ്മുടെ മുഖം ഇരിക്കുന്ന നോക്കിക്കേ, നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ. കവിളിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കേ. നമുക്ക് ദിവസം തേക്കാം കേട്ടോ ഈ പാക്ക്. നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസം ഒന്നല്ല. ഇതിപ്പം പൊടികളൊന്നും മിക്സ് ചെയ്യുന്നില്ലല്ലോ. അപ്പം കടലമാവോ ഗോതമ്പിൻ്റെ പൊടി അങ്ങനെയൊന്നും നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. നമ്മളിത് തൈരും തേനും ചെറുനാരങ്ങ നീരും മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കുമ്പം അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഇത് സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടുക. പിന്നെ ഇത് മുഖം കഴുകി കഴിയുമ്പോൾ ചെറുതായിട്ട് എണ്ണമയം അവിടെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കടലമാവ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞോളൂ കേട്ടോ. ഓയിൽ സ്കിന്നുകാരാണ് പറയണത്. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവർക്കിപ്പോൾ ഇച്ചിരി എണ്ണമായി വന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ എണ്ണമായൊക്കെ വരുവാണെങ്കിൽ ഞാൻ കുറച്ച് കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകി കളയട്ടോ. ഞാനിതാ 1.5 സ്പൂൺ അളവിൽ തൈരും കുറച്ച് തേനും കുറച്ച് ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്ത പാക്കാണ്. അതുകൊണ്ട് കുറച്ച് ഇനി ബാക്കിയുള്ളൂ കേട്ടോ. ഞാനിത് മുഖത്ത് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് മൊത്തം മുഖത്തും കഴുത്തിൽ മാത്രം തേച്ച് പിടിപ്പിക്കുന്നുള്ളേ. എന്നിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം. അതായത് ഒരു 15-20 മിനിറ്റ് വരെ മുഖത്ത് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേഗം വരട്ടെ. ഇതിൻ്റെ വായിലിട്ട് അങ്ങനെ വീഴുക. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വരെ മുഖത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ കഴുകി ചെറുതായിട്ടൊരു എണ്ണമയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കടലമാവ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരം തേക്കുവാണെങ്കിൽ നല്ല ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും. കുഞ്ഞു ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ചുളിവുകൾ കൂടുമ്പോഴാണല്ലോ നമുക്ക് പ്രായം നല്ലവണ്ണം തോന്നിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചുളിവുകൾ മാറിയാൽ നമുക്ക് പ്രായം തോന്നിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തൈര്, തേന്, ചെറുനാരങ്ങ നീര്, ഈസി ടിപ്പല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.